INL സംസ്ഥാന കമ്മിറ്റി ഇന്ന് കോഴിക്കോട് ചേരുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യുകയാണ് പ്രധാനപ്പെട്ട അജണ്ട. പാർട്ടിക്ക് സ്വാധീനമുള്ള കോഴിക്കോട്ടെ LDF തോൽവിക്കൊപ്പം മറ്റു മണ്ഡലങ്ങളിലെ ദയനീയ പ്രകടനവും വിലയിരുത്തും. മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ലീഗിലേക്ക് മടങ്ങുന്നതായുള്ള അഭ്യൂഹത്തിനിടെ ഈ വിഷയവും ചർച്ചയാകാൻ സാധ്യത. ഗുഡ് മോർണിംഗ് ദീപക് ധർമ്മടം. ദീപക് ധർമ്മടം, യഥാർത്ഥത്തിൽ ഈ അതിരപ്പള്ളി സർക്കിൾ ഇൻസ്പെക്ടർ പുറത്തായി, സസ്പെൻഷനിലായി, അന്വേഷണം നടക്കുകയാണ്. ആൻഡ്രി ഗ്രോമിക്. അതെ, അപ്പൊ ഗ്രോമിക്കിന്റെ കഥ ഇങ്ങനെ തുടരുകയാണ്. അവിടെ വനംവകുപ്പുമായിട്ട് ഒരു കൊടയെ കയറുകയാണ്. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ആൻഡ്രി ഗ്രോമിക്കിന്റെ പോലീസിലെ എൻട്രി തൽക്കാലത്തേക്ക് ഇപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നു, സസ്പെൻഷൻ ആയിരിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇയാൾ കുറ്റകൃത്യങ്ങൾ പലത് ചെയ്തത് വനം വകുപ്പിന് വേണ്ടിയാണ് എന്നുള്ളത്. ഇതിൽ ഏറ്റവും നിർണായകമായ പോലീസ് മറച്ചുവെച്ച DYSP R അശോകൻ മറച്ചുവെച്ച കാര്യമാണ് പിന്നീടുള്ള അന്വേഷണത്തിൽ ഒരുപക്ഷെ 24 പറഞ്ഞത് സത്യമാണെന്ന് തെളിയുന്നതാണ് ഇന്നലത്തെ സസ്പെൻഷൻ ഉത്തരവ്. അതായത് അർദ്ധരാത്രിയിൽ റൂബിൻ ലാലിനെ വീട്ടിൽ നിന്നും പിടിച്ചുകൊണ്ടുപോകുന്നു, ഒരു ചട്ടങ്ങളും പാലിക്കുന്നില്ല. CRPC 41A നോട്ടീസ് നൽകണമെന്നത് ചട്ടമാണ്. ആ ചട്ടം പാലിക്കാതെ പിടിച്ചുകൊണ്ടുപോയിട്ട് ഈ പുഴയുടെ മുകളിലെ ആ പാലത്തിൽ വെച്ച് മൊബൈൽ തകർത്തത് ആർക്ക് വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ് എന്നതിൻ്റെ ഉത്തരമാണ് സൂരജ് സജി അല്പം മുൻപ് നൽകിയ വാർത്ത. അതായത് വനം വകുപ്പിലെ കള്ളന്മാർക്ക് ഹെൻറിക്ക് ഒരു സംരക്ഷകൻ തന്നെയാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആരോപണം നേരിടുന്ന സമയത്ത്, അതായത് വനം വകുപ്പിന് വേണ്ടി ഒരു മാധ്യമ പ്രവർത്തകനെ കള്ളക്കേസിൽ കുടുക്കി മർദ്ദിച്ചു, മൊബൈൽ ഫോൺ തകർത്തു എന്ന ആരോപണത്തിൽ അന്വേഷണം നടക്കുമ്പോഴാണ് വനം വകുപ്പിൻ്റെ പരിപാടിയിൽ ആ അതിക്രമത്തിന് കൂട്ടുനിന്ന അതിക്രമം നടത്തിയ IP CI ഹെൻറിക്കും അതുപോലെ തന്നെ ആ അതിക്രമത്തെ വെള്ളപൂശി ആദ്യ റിപ്പോർട്ട് നൽകിയ മൊബൈൽ ഫോണേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു ഈ R അശോകൻ്റെ റിപ്പോർട്ട്. ഈ അശോകനാണെങ്കിൽ പാലക്കാട് നിന്നും സബ് ഡിവിഷൻ ചുമതലയിൽ നിന്നും ഇങ്ങോട്ടേക്ക് ചാലക്കുടിയിലേക്ക് ഇലക്ഷൻ ട്രാൻസ്ഫറിന് വന്നതാണ്. അദ്ദേഹം പോലീസ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ളവരെ പിടിച്ചുകൊണ്ട് വീണ്ടും ആലത്തൂർ DYSP ആയോ അല്ലെങ്കിൽ പാലക്കാട് ഏതെങ്കിലും ലോ ആൻഡ് ഓർഡർ DYSP ആയി പോകാൻ ശ്രമിക്കുകയാണ്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് SKN, ഇതിൽ കൃത്യമായി വനം വകുപ്പിൻ്റെയും പോലീസിൻ്റെയും ഇടയിലെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഈ മൊബൈൽ ഫോൺ തല്ലി തകർത്തത്. ആ മൊബൈൽ ഫോണിൽ വനം വകുപ്പിലെ അഴിമതിക്കാർക്കെതിരായ നിരവധി തെളിവുകളുണ്ട്. ആ തെളിവുകൾ നശിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഫോൺ ആദ്യം CI എറിഞ്ഞതിന് ശേഷം പിന്നീട് ജീപ്പിൽ നിന്നും ഇറങ്ങി ടോർച്ചടിച്ച് മൊബൈൽ ഫോൺ എടുത്ത് അത് പുഴയിലേക്ക് എറിയുക, അതായത് അത് സ്ഥിരമായി നശിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. പക്ഷേ എന്നാൽ ആദ്യം പോലീസ് അന്വേഷണത്തിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല, മൊബൈൽ ഫോൺ 10 മണിക്കേ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്ന കള്ള റിപ്പോർട്ടായിരുന്നു നൽകിയത്. അതിലാണ് പിന്നീട് ADGP MR അജിത് കുമാർ, DGP ദർവേഷ് സാഹിബ്, അതുപോലെ തന്നെ IG K സേതുരാമൻ ഇവർ കൃത്യമായി ഇടപെടുന്നത്. ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായരുടെ പരാതിയെ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി ഗൗരവത്തിൽ കണ്ടതുകൊണ്ട് മാത്രമാണ് ഇതിലൊരു നടപടി ഉണ്ടായത്. ഏതായാലും ഒരു കാര്യം വ്യക്തം SKN, ഈ വനം വകുപ്പിലെ ചില അഴിമതിക്കാർ കള്ളന്മാർക്ക് ഈ കാട്ടുപന്നിയുടെയും കാട്ടുപോത്തിൻ്റെയും ഇറച്ചിയുടെ രുചി അത് നിർണായകമാണ്. അതിന് പോലീസിൻ്റെ തണലൊരുക്കലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് SKN. ഓക്കെ ദീപക് ധർമ്മടം, ഇനി INL സംസ്ഥാന കമ്മിറ്റി നടക്കുന്നതിനെ കുറിച്ച് കോഴിക്കോട്ട്. SKN INLൻ്റെ നിർണായകമായ യോഗമാണ്. കാരണം ഇടതുമുന്നണിക്ക് ഒരു അമ്പേ പരാജയമാണ് സംഭവിച്ചത്. അതായത് ഈ CAA വിഷയം, പാലസ്തീൻ ഐക്യദാർഢ്യം, അതിനുശേഷമുള്ള നവകേരള സദസ്സിലും ഈ കേന്ദ്രത്തിൻ്റെ കേരള വിരുദ്ധ നിലപാടിനൊപ്പം തന്നെ ഈ CAA വിഷയം കാര്യമായ അജണ്ടയായി പറഞ്ഞു. മലപ്പുറം പോലുള്ള സ്ഥലങ്ങളിൽ പോലും വലിയ രീതിയിൽ ആ പരിപാടി വിജയിച്ചു. പക്ഷേ ഇതൊന്നും വോട്ടായില്ല. ഇടതുമുന്നണിക്കെതിരായ ഒരു തരംഗമുണ്ടായി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മുസ്ലിം വോട്ട്, ന്യൂനപക്ഷ വോട്ട് പൂർണ്ണമായും നിരാകരിക്കപ്പെട്ടു. ഇടതുമുന്നണിക്ക് ഏറെ പ്രതീക്ഷിച്ചുവെങ്കിലും കിട്ടിയില്ല, ഒപ്പമുള്ളതും കിട്ടിയില്ല, കൂടുതൽ പ്രതീക്ഷിച്ചതും കിട്ടിയില്ല എന്നുള്ള അവസ്ഥയാണ്. ആ സാഹചര്യത്തിലാണ് ഇടതുപക്ഷത്തിലെ ന്യൂനപക്ഷ വിഭാഗത്തെ സ്വാധീനമുള്ള പാർട്ടി എന്നുള്ള നിലയിൽ INLൻ്റെ ഇന്നത്തെ യോഗം, സംസ്ഥാന കമ്മിറ്റി യോഗമാണ്. അല്പം മുൻപ് ഞാൻ ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂറുമായി സംസാരിച്ചു. അവർ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഇത് എങ്ങനെ ഈ ന്യൂനപക്ഷത്തെ അനുകൂലമാക്കാം എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഇതിനിടയിൽ അഹമ്മദ് ദേവർകോവിൽ മുന്നണി വിടുന്നു, ലീഗിലേക്ക് മടങ്ങുന്നു എന്ന പ്രചാരണം ഉണ്ടായിരുന്നു. ആ പ്രചാരണം അഹമ്മദ് ദേവർകോവിലും INLും തള്ളിക്കളഞ്ഞതാണ്. ഈ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാകും. ഏതായാലും ഈ മുസ്ലിം വോട്ടുകൾ CPIMന് ഇടതുമുന്നണിക്ക് അനുകൂലമായി വന്നില്ല എന്നത് INLൻ്റെ യോഗത്തിലെ ഒരു പ്രധാന ചർച്ചയാകും SKN. ഓക്കെ, താങ്ക് യു ദീപക് ധർമ്മടം. സഞ്ജു ചാരുമൂട് പറഞ്ഞു, അതിരപ്പള്ളി പോലീസിന് വനത്തിൽ നല്ല ഉല്ലാസം, വിരുന്ന് വനപാലകർ കൊടുക്കുന്നുണ്ട്, ആ അന്തർധാര സജീവമാണ്. ആ അന്തർധാരയ്ക്ക് ചില തെളിവുകളൊക്കെ ലഭിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം അതൊക്കെ പുറത്തുവിടാൻ കഴിയുമോ എന്നുള്ള കാര്യം. അതുപോലെ മറ്റൊരു കാര്യം, ഈ അലൻ ചോദിക്കുന്നു,
പാലക്കാട് നിന്ന് ഉപ്പുമുളക് വീണ്ടും തുടങ്ങിയാണ്. മൂന്നാം വാരത്തിൽ ഉപ്പുമുളകും ഈ മൂന്നാം വാരത്തിൽ തന്നെ ജൂൺ മൂന്നാം വാരം നമ്മൾ ഉപ്പുമുളകിൻ്റെ മൂന്നാം സീസൺ വർദ്ധിത വീര്യത്തോടെ സംപ്രേഷണം ആരംഭിക്കുകയാണ് ഫ്ലവേഴ്സിൽ. നിങ്ങൾ കാത്തിരുന്നുള്ളൂ.